ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജീവനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന ശരവണനെയാണ്. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ശരവണന് ഓർമ്മ വരുന്നു. അതേസമയം ഒരു പേപ്പറിൽ നിത്യയെന്ന് എഴുതുകയാണ് ജീവൻ. പെട്ടെന്ന് തന്നെ ശരവണൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്കൂളിലെത്തുന്ന നിത്യയെയും ഹരിയെയും മക്കളെയുമാണ്. ഇറങ്ങാൻ നേരം നിത്യ പൈസ കൊടുക്കുമ്പോൾ ചേഞ്ചില്ലേ എന്ന് ഓട്ടോക്കാരൻ ചോദിക്കുന്നു. ഞാൻ കൊടുക്കാമെന്ന് ഹരി പറയുന്നുണ്ടെങ്കിലും ഹരി പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിത്യ ഹരിയെ കളിയാക്കിക്കൊണ്ട് മോനെയും കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ എന്തു വാച്ചാ അച്ഛൻ എന്നെ നാണം കെടുത്തിയില്ലേന്ന് ചോദിച്ചുകൊണ്ട് കല്യാണിയും സ്കൂളിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുന്ന രാമകൃഷ്ണനെയാണ്. അതേസമയം ഹരി രാമകൃഷ്ണനെ വിളിക്കുന്നു. എന്റെ പേഴ്സ് വീട്ടിലുണ്ടെന്നും എത്രയും പെട്ടെന്ന് അതുമായിട്ട് സ്കൂളിലേക്ക് വരാനും ഹരി പറയുമ്പോൾ ഇപ്പൊ തന്നെ വരാമെന്ന് രാമകൃഷ്ണൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് തുണികളെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിയാണ്. അപ്പോഴാണ് തുണികൾക്കിടയിൽ ജീവന്റെ ഒരു ഫോട്ടോ ജ്യോതി ശ്രദ്ധിക്കുന്നത്. ഇത് കാണുന്ന ജ്യോതി ദേഷ്യത്തോടെ ആ ഫോട്ടോ എടുക്കുകയും ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സുജാത വരികയാണ്. ജീവന്റെ ഫോട്ടോ നിലത്ത് ചിതറിക്കിടക്കുന്നത് കാണുമ്പോൾ സുജാത വിഷമത്തോടെ അത് പെറുക്കിയെടുക്കുകയാണ്. അമ്മ എന്തിനാ ഇപ്പോഴും ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയാകാൻ കാരണക്കാരനെ ഇയാളാണ്. എനിക്ക് ഇയാളെ വെറുപ്പാണ്, ദേഷ്യമാണ് എന്നൊക്കെ ജ്യോതി പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകനല്ലേ എന്ന് സുജാത പറയുന്നു. എന്നിട്ട് അമ്മ എന്തിനാ മോനെ കൊന്നതെന്ന് ജ്യോതി ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് രാമകൃഷ്ണൻ വരികയാണ്. രാമകൃഷ്ണനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുജാതയും ജ്യോതിയും. അപ്പോ നിങ്ങളാണോ കൊന്നതെന്ന് രാമകൃഷ്ണൻ ചോദിക്കുമ്പോൾ ആരെയെന്ന് ജ്യോതി ചോദിക്കുന്നു. നിങ്ങൾക്ക് ശല്യമുണ്ടാക്കിയവനെ. ഇത് കേൾക്കുന്ന സുജാതയും ജ്യോതിയും ഞെട്ടലോടെ നിൽക്കുമ്പോൾ രാമകൃഷ്ണൻ പറയുകയാണ്, നമ്മുടെ ആഹാരമെല്ലാം കട്ട് തിന്നുകയും കൂടാതെ തുണിയെല്ലാം കരണ്ട് തിന്നുന്നവനെയും നിങ്ങളല്ലേ അവിടെ കൊന്നിട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് തവണ അവനെ കൊല്ലാൻ നോക്കിയതാ, പക്ഷേ കിട്ടിയില്ല. നിങ്ങളാണ് കൊന്നതെങ്കിൽ നന്ദി പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേൾക്കുന്ന സുജാതയ്ക്കും ജ്യോതിക്കും ആശ്വാസമാവുകയാണ്. ഇനി മുതലെങ്കിലും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് സുജാത പറയുമ്പോൾ അയാളുടെ പേര് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ സംസാരിക്കൂ എന്ന് പറഞ്ഞ് ജ്യോതി പുറത്തേക്ക് പോകുന്നു. അതേസമയം സുജാതയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. കോൾ എടുക്കുന്ന സുജാത ഞെട്ടലോടെയും സന്തോഷത്തോടെയും നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ആകെ തകർന്ന് സുജാത പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വീണയെയാണ്. പ്രൊഡ്യൂസർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് വീണ. അതുകൂടാതെ പണ്ടത്തെ തൻ്റെ ജീവിതവും തൻ്റെ അച്ഛനുമൊത്തുള്ള വീടും ഒക്കെ തന്നെ വീണ ഓർക്കുന്നു. അതേസമയം ഹൗസ് ഓണർ വീണയുടെ വീട്ടിലേക്ക് വരുന്നു. ഇത്രയും നാളായിട്ട് ഒരുപാട് കുടിശ്ശികയുള്ളത്. നാളെ രാവിലെ ഞാൻ വരുമ്പോൾ എനിക്ക് പൈസ കിട്ടണം, ഇല്ലെങ്കിൽ എല്ലാം കൂടി വലിച്ച് ഞാൻ ദൂരേക്കെറിയുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. എല്ലാം കൊണ്ടും ആകെ തകർന്നിരിക്കുന്ന വീണയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രഘുവിനെയും ശിവാനന്ദനെയും സാറയുമാണ്. മൂവരും വീട് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ വീടിനുള്ളിലെ പൊടിയും മാറാലയും ഒക്കെ കണ്ടിട്ട് തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ഓർമ്മ വരികയാണ് രഘുവിന്. വിഷമത്തോടെ നിൽക്കുന്ന രഘുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.